വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ 600-ൽ കൂടുതൽ ആളുകളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ച ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ചാനലിലെ 8 ടിപ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യാതൊരു തരത്തിലുള്ള മെഡിസിൻസും നമ്മളിവിടെ ചാനലിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൽ വരുത്തുന്ന മാറ്റങ്ങളും നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ടാണ് മെജോറിറ്റി ആളുകളും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി നമുക്ക് നടക്കണമെങ്കിൽ അതിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബീജവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടവും നമുക്ക് വേണം. ഒപ്പം നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ല തിക്കഡായിട്ട് വളരുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങും ബാക്കി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പ്രവർത്തനമൊക്കെ ഭയങ്കര ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കണം. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ സെമൻ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെയും പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവുകയില്ല. ഇപ്പോൾ നിങ്ങൾ സെമന്റെ ഒരു ക്വാളിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. മോർഫോളജി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെമൻ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ്, അതിന് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ സ്ത്രീകളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ടെസ്റ്റും ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ ആകെ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് AMH വാല്യൂ ആണ്. അതായത് എത്രത്തോളം അണ്ടത്തിന്റെ റിസർവ് ഉണ്ടെന്നുള്ള ഒരു വാല്യൂ നോക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആളുകൾ ആ മെഡിസിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങളുടെ അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അണ്ടത്തിന് ക്വാളിറ്റി അവിടെ ഇല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം തിക്കനാണെങ്കിലും നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബ് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാലും എത്രത്തോളം സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. ഇനി ഇംപ്ലാന്റേഷൻ നമുക്ക് നടന്നു കഴിഞ്ഞാലും 1-2 ആഴ്ച മാത്രമായിരിക്കും ആ ഒരു എംബ്രിയോയ്ക്ക് ആയുസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ ഗ്രോത്ത് നിന്ന് പോവുകയോ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുകയോ ഒക്കെ ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എഗ്ഗിന്റെ റിസർവ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മുടെ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാമ്പു വെള്ളമോ അല്ലെങ്കിൽ ജീരകം വെള്ളമോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക് വെള്ളമോ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളമോ കുടിക്കാവുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ട്. ഗ്രാമ്പു വെള്ളവും വെണ്ടയ്ക്ക വെള്ളവും അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളവും ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിനും അതുപോലെ ഓവറീസ് നല്ല ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇതെല്ലാം യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ടേസ്റ്റ് അനുസരിച്ചിട്ടും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾ ഓവുലേഷൻ വരെ പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അണ്ടത്തിന്റെ ക്വാളിറ്റി ഒരുപാട് ഇൻക്രീസ് ആകും. നിങ്ങളിപ്പോൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ആ മെഡിസിൻ എടുക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. എന്നാൽ ചില ആളുകൾക്ക് ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലുള്ള ആളുകൾക്ക് ഗ്രാമ്പുവും കറുവപ്പട്ടയൊക്കെ വെള്ളം കുടിക്കുമ്പോഴേക്കും ടെമ്പറേച്ചറിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് കാണുകയാണെങ്കിൽ ഈ വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഗ്രാമ്പു കുടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടെങ്കിൽ ഗ്രാമ്പു മാറ്റി വെണ്ടയ്ക്ക കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉലുവ കുടിക്കാവുന്നതാണ്. അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം കുടിക്കാവുന്നതാണ്. അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കറുവപ്പട്ട കുടിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അണ്ടം വളരുന്നതോടൊപ്പം അതിന് ക്വാളിറ്റിയും കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. രണ്ടാമത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളാണ്. നമ്മൾ പലരും ഇപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകളല്ല. ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കൃത്യം ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോൺസിന്റെ ഇംബാലൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുവെന്ന് പല പഠനങ്ങളും നടത്തി തെളിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങേണ്ട ആളൊരു 12 മണിക്ക് ഉറങ്ങുകയും 5 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല. ഒരു ദിവസമാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നതെങ്കിൽ പ്രശ്നമില്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ അത് പ്രോപ്പർ ആയിട്ട് പോകുമ്പോഴേക്കും അത് ടാലിയായി പോയിക്കോളും. പക്ഷെ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിലാണത് പോകുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള സ്ലീപ്പ് സൈക്കിളാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അത് ശരീരത്തിൽ കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ്
ആകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് സാധ്യതയുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പലതിന്റെയും പ്രവർത്തനത്തിനെ സപ്രസ് ചെയ്യാനും മാത്രം കഴിവുള്ളവരാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതിനെല്ലാം ശരീരത്തിന് പ്രിയോറിറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനം അവിടെ സെക്കൻഡറി ആയി പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആളുകൾക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ കൂടുതൽ പണികൾ ഉണ്ടെങ്കിലും നിങ്ങൾ 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യത കുറവാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ സ്ട്രെസ് ഇല്ലാതിരിക്കുക. ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ഇപ്പം മെഡിക്കേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ ടെൻഷൻ കൊണ്ടോ പലരും സ്ട്രെസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്ട്രെസ്സിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയെ കുറച്ചും കൂടി അങ്ങോട്ട് തള്ളി നീക്കുന്നതിന് കാരണമാവുകയുള്ളൂ. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് കോർട്ടിസോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകും. കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് നിങ്ങളുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ കട്ടായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത അത് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് വരും കേട്ടോ. അതുകൊണ്ട് സ്ട്രെസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് നല്ല പാട്ടുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ നല്ല വീഡിയോസ് കാണുകയോ ഒക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ആക്കുന്ന ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രീത്തിങ് എക്സസൈസ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രീത്തിങ് പ്രാണായാമം ഉണ്ട്, അനുലോമ വിലോമ അങ്ങനെ പ്രാണായാമം നമുക്കുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഒപ്പം നമ്മളിപ്പോൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ഡീപ്പായിട്ട് നിങ്ങൾ എടുക്കുക, ബ്രീത്ത് ഔട്ട് നിങ്ങൾ സ്ലോലി ചെയ്യുക. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം ഓക്സിജൻ ശരീരത്തിലോട്ട് നല്ലതുപോലെ അങ്ങോട്ട് എത്തും. നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്നതിനേക്കാളും നല്ല സ്ട്രെസ്സിൽ നല്ല ഫോഴ്സിൽ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഓക്സിജൻ ശരീരത്തിലോട്ട് എത്തും. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഒരുപാട് ശരീര അവയവങ്ങളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അങ്ങനെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പയറുവർഗ്ഗങ്ങൾ ധാരാളം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണ്ടത്തെ സമയത്തൊക്കെ നമ്മുടെ ചോറും പാത്രത്തിലൊരു സ്കൂളിൽ പോവുകയോ കോളേജിൽ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും അതുപോലെ മറ്റുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളും ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ഷെഡ്യൂളിൽ പലരും അത് മാറ്റി വെക്കുകയാണ്. രാവിലെ ഒരു ബ്രെഡും ജാമും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് പലരുടെ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിവതും പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. ഈ പയറുവർഗ്ഗങ്ങളിൽ പലതും ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. അത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ ഒരു ചാർട്ടായിട്ട് എഴുതി വെക്കുക. ആഴ്ചയിൽ 7 ദിവസത്തിൽ എത്രത്തോളം പയറുവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ചെറുപയറുണ്ട്, വൻപയറുണ്ട്, കടലയുണ്ട്, പരിപ്പുണ്ട്, വെള്ളക്കടലയുണ്ട്, ബ്ലാക്ക് ബീൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടം അതെല്ലാം നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോറിൻ്റെയും മറ്റു പലഹാരത്തിൻ്റെയും അളവ് കുറച്ചതിന് ശേഷം ഇതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾ കുറേ നേരം ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ സീഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സീഡ്സ് അതായത് ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ തന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള വിത്തിൽ നിന്നാണ് ഒരു വൃക്ഷം ഉടലെടുത്ത് വരുന്നത് അല്ലെങ്കിൽ ഒരു ചെടി ഉണ്ടായിട്ട് വരുന്നത്. അതേ വിത്ത് നിങ്ങളുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ മത്തങ്ങ കട്ട് ചെയ്തെടുത്ത് മത്തങ്ങയുടെ കുരു നമ്മൾ കളയും. പക്ഷേ ഈ പംകിൻ സീഡ് കൊണ്ട് ഫെർട്ടിലിറ്റിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ സൂര്യകാന്തി വിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്, സെസമി സീഡ് അങ്ങനെയുള്ള എന്താണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സീഡ് സൈക്ലിംഗ് ചെയ്യുക. കഴിഞ്ഞ സൺഡേ ഒരു സീഡ് സൈക്ലിങ്ങിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. റോസ്റ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സീഡ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് വറുത്തിട്ടുള്ള സീഡ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്കത് കഴിക്കാനായിട്ട് സാധിക്കും. നിങ്ങളത് പൊടിച്ച് ഒരാഴ്ചത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഷേക്സ് ഉണ്ടാക്കുമ്പോഴോ സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തത് നിങ്ങൾ നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നട്ട്സും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഞാൻ ഒരുപാട്
വീഡിയോസിൽ ഈ കാര്യം തന്നെ നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നതിനെ പറ്റിയിട്ട്. കാരണം നമ്മൾ വീഡിയോസിൽ പറഞ്ഞു പോകുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ പ്രഗ്നൻ്റ് ആകുന്നുണ്ട്, ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈവനിങ് സ്നാക്സിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് നട്ട്സ് എടുക്കാവുന്നതാണ്. നട്ട്സ് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അളവിൽ കൂടുതൽ നിങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, ഡയറിയ ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുറഞ്ഞ അളവിൽ നിങ്ങളത് എടുത്ത് കൂടുതൽ ബെനിഫിറ്റ് ശരീരത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നട്ട്സിൽ പ്രധാനമായിട്ടുള്ള വാൾനട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ആൽമണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാഷ്യൂനട്ട് ഉപയോഗിക്കാം. ഇതിലെല്ലാം ഹെൽത്തി ഫാറ്റ്സും അതുപോലെ മിനറൽസും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സെൽസിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്പേമിനും അതുപോലെ എഗ്ഗിനും ഒക്കെ ഡാമേജ് ഉണ്ടാകുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുകയുള്ളൂ കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. നട്ട്സിൽ ബ്രേസിൽ നട്ട് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ബ്രേസിൽ നട്ടിൽ സെലീനിയം എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഇത് എഗ്ഗിലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുഞ്ഞിനുണ്ടായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ പ്രഗ്നൻസി പകുതി വെച്ച് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. അതെല്ലാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ ഗ്രോത്ത് പകുതിക്ക് വെച്ചൊക്കെ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ഭയങ്കര കൂടുതലാണ്. പണ്ടത്തെ കാലത്ത് ഇത് ഭയങ്കര കുറവായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്കത് ഭയങ്കര കോമൺ ആയിട്ട് പലരിലും കാണുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കുറച്ച് അതായത് തൊലി കളഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങൾ ആൽമണ്ട് ഒരു 5 or 6 നിങ്ങൾ എടുക്കുക, കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ കുറച്ച് ബ്രേസിൽ നട്ട്, കുറച്ച് വാൾനട്ട്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി, ഇതെല്ലാം നിങ്ങൾ എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈവനിങ് സമയത്ത് നിങ്ങളുടെ വയറ് ഭയങ്കര ഫുള്ളായിരിക്കും. അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് വയറ് നിറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കുക. വിറ്റമിൻ എ, ബി, സി, ഇ, അയൺ, കാൽഷ്യം അങ്ങനെ എല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്. അതും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വീഡിയോസിൽ ഒരുപാട് തവണയായിട്ട് പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകണമെന്ന് വാശി പിടിക്കാനായിട്ട് സാധിക്കില്ല. ചിലർക്ക് ലക്കിൽ തന്നെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 1-2 മാസത്തിൽ തന്നെ കൺസീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ചിലർക്ക് എന്താ നമ്മൾ ബാഡ് ലക്ക് എന്ന് പറയണമെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് നാളുകളായിട്ടൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാതിരിക്കുക. ഹാപ്പി ആയിട്ടൊരു കുഞ്ഞിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലോട്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് വേണം ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അക്കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.